പെട്രോളും ഡീസലും മറ്റു പെട്രോളിയം ഉൽപ്പന്നങ്ങളും ചരക്ക് സേവന നികുതി അതായത് GSTയുടെ പരിധിയിൽ കൊണ്ടുവരണം എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ ഉപഭോക്താക്കൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം പെട്രോളും ഡീസലും GSTയുടെ കീഴിൽ വന്നാൽ വില 22% കുറയും. ഇവയ്ക്ക് GSTയുടെ താഴ്ന്ന നിരക്ക് ഏർപ്പെടുത്തിയാൽ വില പകുതി വരെ കുറഞ്ഞേക്കും. ബാക്കി 15 മുതൽ 34% വരെ നികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഓരോ സംസ്ഥാനവും ഓരോ നിരക്കിലാണ് പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് ഈടാക്കുന്നത്. ഡൽഹിയിൽ ഇത് 27%, മഹാരാഷ്ട്രയിൽ 47%, കേരളത്തിൽ പെട്രോളിന് 31.8%, ഡീസലിന് 24.5 എന്നിങ്ങനെയാണ്. ഒരു സംസ്ഥാനവും ഈ വരുമാനം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് എത്ര ശതമാനം GST എന്നതിനെ ആശ്രയിച്ചിരിക്കും വില കുറവ് എന്നത്. GSTക്ക് ഇപ്പോൾ 5 സ്ലാബുകളാണ്: 0, 5, 12, 18, 28% എന്നിങ്ങനെ. ഇതിൽ ഓരോന്നിലും വരുമ്പോൾ പെട്രോളിന് വരുന്ന കുറവ് നമുക്ക് നോക്കാം. മുംബൈയിൽ പെട്രോൾ വില 79.48 രൂപയാണ്. GST 12% വന്നാൽ വില 38 രൂപയാകും. 18% ആണെങ്കിൽ 40.05 രൂപയാകും. 28% ആണെങ്കിൽ 43.44 രൂപയാകും. ഇനി 28% GSTയും 22% ആഡംബര സെസ്സും കൂടി ചേർത്താലും 50.91 രൂപയെ വില വരും. ഡീസലിന് മുംബൈയിൽ 62.37 രൂപയാണ് വില. GSTയിൽ ഉൾപ്പെടുത്തിയാൽ വിവിധ നികുതി നിരക്കുകളിൽ വില ഇങ്ങനെയാകും. 12% ആണെങ്കിൽ പെട്രോളിനെയും ഡീസലിനെയും GSTയിൽ പെടുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ തീരുമാനിക്കാനാവില്ല. GST നിയമപ്രകാരം GST കൗൺസിലിന് മാത്രമേ ഇതിന് അധികാരമുള്ളൂ. കൗൺസിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പ്രകൃതിവാതകത്തിന് 5% മൂല്യവർദ്ധിത നികുതി മതിയെന്ന് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം കൈവശം പെട്രോളും ഡീസലും LPGയും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും പരിഭ്രാന്തി വേണ്ടെന്നുമാണ് ജനങ്ങളോട് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പെട്രോൾ പമ്പുകളിൽ ഉപഭോക്താക്കൾ തിക്കിത്തിരക്കുന്നതിന്റെയും നീണ്ട നിരയുടെയും ചിത്രങ്ങളും വീഡിയോകളും നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലത്തിലാണ് എണ്ണ കമ്പനികളുടെ പ്രതികരണം. ഉപഭോക്താക്കൾ സംയമനം പാലിക്കണമെന്നും പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം സുഗമമായി നടക്കാനായി അനാവശ്യ തിരക്കുകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും BPCLും അഭ്യർത്ഥിച്ചു. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഇന്ത്യ-പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഭീകരരുടെ കേന്ദ്രങ്ങളിൽ കടന്നുകയറി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യാക്രമണത്തിന് പിന്നാലെയാണ് ഈ സംഘർഷം കൂടുതൽ വഷളായത്. അടപടലം പെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ഇനി പിണറായിക്ക് മറ്റൊന്നും നോക്കാനില്ല. ഈ ഉത്തരവ് സമ്മതിച്ചേ പറ്റൂ.